ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു സ്നാക്കാണ്. നമുക്ക് 4 മണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ വളരെ സൂപ്പറാണിത് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ ബിസ്ക്കറ്റിൻ്റെയൊക്കെ ആ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടുന്നത്. ഇത് നമുക്ക് എയർ ടൈറ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് വളരെ കാലം സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മൈദപ്പൊടിയാണ്. ഞാൻ 1 കപ്പ് മൈദപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം ഇത് ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് മൈദപ്പൊടിയുടെ അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതേ കപ്പിൽ തന്നെ 1/4 കപ്പിലും കുറച്ചുകൂടി ഞാൻ റവയാണ് എടുക്കുന്നത് കേട്ടോ. റവ വലിയ തരിയുള്ള റവയാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടൊന്ന് ചേർക്കാം. ചെറിയ തരിയുള്ള റവയാണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർക്കാം. റവ നമ്മൾ സാധാരണ റവയാണ് എടുത്തിട്ടുള്ളത്, വറുത്തിട്ടൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് അയമോദകമാണ്. 1/4 ടീസ്പൂൺ അയമോദകം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് തിരുമ്മിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നല്ല രീതിയിൽ കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 2 പിഞ്ച് ഉപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ചെറിയ മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്, പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാരയാണ്. അതിൽ നിന്നും 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് ഏലക്കയും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി കൈകൊണ്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഏലക്കാപ്പൊടിയും അയമോദകവും റവയും മൈദയും ഉപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നെയ്യാണ്. 1 ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഇനി നെയ്ക്ക് പകരം ബട്ടർ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഈ നെയ്യും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഈ നെയ്യൊക്കെ ഈ പൊടിയിലാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി കുറച്ച് നെയ്യും അതുപോലെ തന്നെ കുറച്ച് ഓയിലുമായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത് കഴിയുമ്പോഴേ നമ്മൾ ഈ പൊടി കയ്യിൽ വെച്ച് അമർത്തി കഴിയുമ്പോഴേ നല്ലതുപോലെ ഒന്ന് സെറ്റായിട്ട് കിട്ടണം. ഇതാ ഈ ഒരു രീതിയിൽ കിട്ടണം. ചെറിയ രീതിയിലൊന്ന് നനഞ്ഞ് കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ചെറിയ രീതിയിൽ ഇത് ഒന്ന് നനച്ച് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാട് ലൂസും ആകരുത്, അതുപോലെ തന്നെ ഒരുപാട് ടൈറ്റും ആകരുത്. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. നമ്മൾ ആദ്യം തന്നെ നെയ്യ് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണമെന്ന് പറയുന്നത്, നമ്മൾ പിന്നീട് ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നെയ്യ് അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് നെയ്യ് നമ്മൾ ആദ്യം തന്നെ ഈ പൊടികളിലൊക്കെ ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മളിത് നന്നായിട്ടൊന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിതൊന്ന് തുറന്നിട്ടുണ്ട്. നമ്മുടെ മാവ് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരുപാടൊന്നും കുഴയ്ക്കേണ്ട ആവശ്യമില്ല. കയ്യിൽ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്ത ശേഷം ഈ മാവ് 2ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വലിയ ബോൾസായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരെണ്ണം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരെണ്ണം നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് എടുക്കാം. ആദ്യം തന്നെ നമ്മൾ എടുത്തേക്കുന്ന മാവ് ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടിയൊന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടിയാണ് തൂക്കി കൊടുക്കുന്നത്. ഒരുപാട് പൊടി ഇട്ട് കൊടുക്കരുത്, വളരെ കുറച്ച് മാത്രം മതി. എന്നിട്ട് ഇതാണ് കൈകൊണ്ട് 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയ ശേഷം ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കൈകൊണ്ടൊന്ന് പരത്തി കൊടുത്ത ശേഷം നമുക്ക് ചപ്പാത്തി കോല് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. വലിയ ഷീറ്റായിട്ട് പരത്തിയെടുക്കണം. ഇനി നമുക്ക് ഈ മാവ് ഡിവൈഡ് ചെയ്യാതെ ഒന്നിച്ച് തന്നെ വലിയ ഷീറ്റായിട്ട് പരത്താൻ നമ്മുടെ കൗണ്ടർ ടോപ്പിലെ സ്ഥലം ഉണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ രീതിയിലൊന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ. അതുപോലെ നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് കനം കൂടിയിരിക്കരുത്, കനം കുറഞ്ഞും ആകരുത്. അതിൻ്റെ ആ ഒരു രീതിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. മാക്സിമം എത്രത്തോളം നമുക്ക് വലുതായിട്ടിത് പരത്തിയെടുക്കാൻ കഴിയുന്ന ആ ഒരു രീതിയിൽ നമ്മളിത് പരത്തിയെടുക്കണം കേട്ടോ. ഇനി ഇത് പരത്തിയെടുക്കാനായിട്ട് നമ്മളിതിലേക്ക് എണ്ണയൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് പൊടിയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ചപ്പാത്തിക്കോലിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. വളരെ കുറച്ച് മാത്രം പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാനത് പരത്തിയെടുത്തിട്ടുണ്ട്. ഒരുപാട് കനം കൂടുതലുമല്ല, എന്നാൽ ഒരുപാട് അങ്ങ് കനം കുറഞ്ഞു പോയിട്ടുമില്ല. ആ ഒരു രീതിയിൽ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഞാനിവിടെ എടുത്തേക്കുന്നത് ദാണ്ട് ഇതേപോലുള്ള കുറച്ച് ഷേപ്സ് ആണ് കേട്ടോ. ഇനി ഇത് തന്നെ വേണമെന്നില്ല, നമ്മുടെ വീട്ടിലൊക്കെയുള്ള അടപ്പ് വെച്ചിട്ട് നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഷേപ്സ് ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. റൗണ്ട് ഷേപ്പിലൊക്കെ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ചെറിയ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളതാണ്ട് ഈ ഒരു ഷേപ്പ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത്രയും ഷേപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ ദാണ്ട് ഈ ഒരു ഷേപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ കാണുമ്പോഴേ കുട്ടികൾക്കൊക്കെ നല്ലൊരു കൗതുകം ഉണ്ടാവും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. സ്റ്റാറിൻ്റെതായാലും ഫ്ലവറിൻ്റെതായാലും ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് ആദ്യം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ കട്ടായിട്ട് വരും. അപ്പോൾ അതാ നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു കാര്യം വിട്ടുപോയി. ഒരു ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളിത് എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒരുപാട് ഇത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ചെറിയ രീതിയിലൊന്ന് പൊങ്ങി വന്നാലും കുഴപ്പമില്ല, പക്ഷേ നല്ല രീതിയിൽ ഇത് ഒരുപാട് പൊങ്ങി വന്നു കഴിഞ്ഞാൽ നല്ലൊരു നമ്മുടെ ക്രിസ്പിനെസ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ അടുത്തത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ നമ്മുടെ മാവ് വേസ്റ്റ് ആവാതെ എത്രത്തോളം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നോ അത്രയും നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മുടെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാനായിട്ടും നല്ലൊരു സ്നാക്കാണിത്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. ഇനി ഇത് നമ്മളിതാ ഇതേ രീതിയിലൊന്ന് പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാവുന്നുണ്ടെങ്കിൽ ബാക്കിയായിട്ടുള്ള മാവെല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും. ഈ മാവ് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് ബാക്കി ഇതുപോലെ പരത്തി ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരുപാട് പൊടി നമ്മളിട്ട് കൊടുക്കരുത്. ഒരുപാട് പൊടി നമ്മളിട്ട് കൊടുത്താൽ നമ്മളിങ്ങനെ വേസ്റ്റ് ആവുന്ന ഈ മാവ് ഒരുപാട് അങ്ങ് ടൈറ്റായിട്ട് പോകും, സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് പൊടി ചേർത്ത് കൊടുക്കരുതെന്ന് പറയുന്നത്. എന്നിട്ട് ദാണ്ട് ഇതേ രീതിയിൽ ഓരോന്നും നമുക്ക് ഷേപ്പ് ഒന്നും മാറാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതേ രീതിയിൽ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ പരത്തി എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നമ്മളൊന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എണ്ണ ഒരുപാട് ചൂടാവരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ എണ്ണ ചൂടാക്കാൻ. ചെറിയ രീതിയിൽ ഒരു മീഡിയം ലെവലിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ലോ ഫ്ലെയിമിലാക്കിക്കൊണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം. നമ്മുടെ എണ്ണ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോഴേ ഇതിൻ്റെ പുറവശം നല്ലതുപോലെ കരിഞ്ഞു വരികയും ചെയ്യും, അകം മൂക്കാതിരിക്കുകയും ചെയ്യും കേട്ടോ. കുറച്ചധികം നമ്മളിതുപോലെ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ അതാ നമ്മളിതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിത് ഇളക്കാനൊന്നും നോക്കരുത്. 1 മിനിറ്റ് വരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിലും വെക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയ്ക്ക് ആ ഒരു രീതിയിൽ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഒട്ടും എണ്ണ പിടിക്കാതെ തന്നെ നമുക്കിത് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് ഈ ഒരു രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല സ്വീറ്റ്സ് ആയാലും സ്നാക്സ് ആയാലും ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസും ഈവനിങ് സ്നാക്സും ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതേ രീതിയിലൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് മൂക്കാനായിട്ട് നിൽക്കണ്ട, കാരണം നമ്മളിത് കോരി എടുത്തു കഴിഞ്ഞാൽ നല്ല ചൂട് ഇതിൽ കാണാം. ആ ചൂട് കൊണ്ട് കുറച്ചുകൂടി ഇതൊന്ന് മൂത്ത് കിട്ടും. അപ്പോൾ ഈ ഒരു കളർ ആകുമ്പോൾ തന്നെ നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. നല്ല സൂപ്പറായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പം ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള നല്ല വെറൈറ്റി ടേസ്റ്റിലുള്ള സ്നാക്സ് എല്ലാം നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് ചൂടൊക്കെ ആറിക്കഴിഞ്ഞ് ഒരു എയർ ടൈറ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇത് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വൈകിട്ടൊക്കെ ചായ കുടിക്കുന്ന സമയത്ത് എടുത്ത് കഴിക്കാവുന്നതാണ്. ഇത് കേടാവുകയൊന്നുമില്ല, അതുപോലെ എണ്ണ പിടിക്കാത്തത് കൊണ്ട് ഇത് കേടാവുകയും ആ ഒരു മണവും ഒന്നും അങ്ങനെയൊന്നും വരില്ല കേട്ടോ. ഏലക്കായുടെയും അതുപോലെ തന്നെ അയമോദകത്തിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. ഇതാ കണ്ടില്ലേ, ഇത് ഒന്ന് കട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാം ഇതിനുള്ളിലൊക്കെ നല്ലതുപോലെ മൂത്ത് ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ആ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.